അങ്ങനെ നമ്മളുടെ ഒരു രണ്ടാമത്തെ ഡേ സ്റ്റാർട്ടായി. അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിലോട്ടൊക്കെ പോകുന്നത്. പ്ലാനിൽ ചെന്ന് കഴിയുമ്പോൾ ആ പ്ലാനിൽ എന്തൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പ്ലാനിൽ എങ്ങനെയാണ് അവിടെ നടക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും. ഭയങ്കര കാറ്റുണ്ട്, എനിക്കറിയില്ല ഇത് നന്നായിട്ട് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് അഡ്ജസ്റ്റ് എത്തിച്ചു. നമ്മൾ മൈക്കൊക്കെ വാങ്ങിക്കും ആസ് സൂൺ ആസ് പോസിബിൾ. ഒരു 5-1. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാനിലേക്ക് പോകാതെ കൂട്ടത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് കൊലീഗ്സ് ഉണ്ട്. മല്ലൂസ് അല്ല, എല്ലാവരും പല പല സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി ഫ്രം മുംബൈ, തമിഴ്നാട്, ഈവൻ ഫ്രം കർണാടക, ഈവൻ ഇവിടെ തന്നെ ഉള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാനിലേക്ക് പോകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി പിന്നെ ഓൺ ദ വേയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോഫി ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. നമ്മളന്ന് പോയ സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ഒരു സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, ആര്യവെപ്പ്. ആര്യവെപ്പിൻ്റെ ചോട്ടിൽ വന്ന് നിന്നു. കൂടുതലും ഇവിടെ ആര്യവെപ്പാണ്. റോഡ് സൈഡ് ഫുൾ ആര്യവെപ്പാൽ നെപ്പുട്ടം എന്നൊക്കെ വേണേൽ പറയുന്നത്. ഇവിടുത്തെ ഒരു നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല. ഇവിടെ ആക്ച്വലി ചെറിയ ചെറിയ കോഫി ഷോപ്സ് ഉണ്ട്. അത് അവിടെ നമ്മളുടെ ഒലിവ് ഗ്രീൻ കളർ. ഒലിവ് ഗ്രീൻ കളർ മിക്ക വെഹിക്കിൾസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. മുത്തു, ശിവ, പിന്നെ നമുക്ക് വേറെയുള്ള വണ്ടി ഫോളോ ചെയ്യാണ്. ഞങ്ങൾക്കിവിടെ വണ്ടിയില്ല പോകാൻ. നമ്മുടെ വണ്ടി എൻ്റെ വർക്ക്ഷോപ്പിലുണ്ട്. പുള്ളിക്കാരൻ ഒരു ടാറ്റ ഐസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചായ കുടിക്കാനാണ് പുള്ളി പറഞ്ഞത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ആ ചായക്കടയിൽ കിട്ടുന്ന ടീയുടെ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചത്. ലൈക്ക് നമ്മൾ എലി കൊണ്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 5 രൂപയ്ക്ക് അത് പ്രതീക്ഷ മതി. കാരണം ആ ടീ ഒരു പേരിൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കുടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ചായക്കടയിലോട്ട് എത്തി. നമുക്ക് ആ ചായയുടെ അളവ് കാണാം. പക്ഷേ ചെറിയ ഗ്ലാസ്സാണ്. ചായ കുടിച്ചു എന്നും ആവും, പൈസ കൊടുത്തു എന്നും ആവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. വളരെ കുറച്ചുണ്ട്. ബാഗ് വെച്ചിട്ടുണ്ട്. ചെറിയ സെറ്റപ്പാണ്. 5 രൂപയ്ക്ക് ചായ. ഒടുക്കം പ്ലാന്റിലേക്ക് പോകാനുള്ള വണ്ടി വന്നു. ഒരു ടാറ്റ ഹെയ്സാണ്. അതിൻ്റെ മോളൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. മീൻസ് ടോപ്പ് ഫംഗ്ഷനിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം അടുത്ത എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം 3 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളതൊന്നും. പിന്നെ അത് കഴിയുമ്പോൾ നമുക്കവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടി എന്ന് വെച്ചാൽ വേറെ ഇൻഡക്ഷൻ ട്രെയിനിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ അതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടോ അതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ കമ്പനീയമായ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടാറ്റ ഐസിൻ്റെ മാക്സ് 40 PS എന്നാണ് ഇവിടെ ആ ഒരു മോഡലാണ്. അത് ഹോഴ്സ് പവർ ഉള്ള സാധനത്തിൽ വെച്ചിട്ടാണ് ഈ വലിക്കുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഫുഡ് കൊണ്ടുപോകാനുള്ള വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പ്ലാന്റ് സപ്ലിമെൻ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ അവിടേക്കുള്ള പച്ചക്കറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രിക്കാനും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ പോകേണ്ടതായിട്ട് വന്നു. സാധാരണ നമുക്ക് അവിടെ നിന്ന് വെഹിക്കിൾസ് കിട്ടാറുള്ളതാണ്. പക്ഷേ എല്ലാം ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇപ്പോൾ ചെയ്യേണ്ടി വന്നത്. ഓറൻസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, അവിടെ തന്നെ യോജയോ അല്ലെങ്കിൽ ബൈക്കൊക്കെ തന്നു. അതാണ് നമുക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പ് വന്നിട്ട് അത് കാണുന്നതാണോ ബേക്കറി. ആൾക്കാർക്ക് നിയമത്തിനെ നീതിയൊന്നും പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് നീ കിടക്കുന്ന തൂഫാൻ. തൂഫാനുള്ള ഒരുപാടുണ്ട്. ഐ തിങ്ക് ഫോഴ്സിൻ്റെ ഒരു മേജർ മാർക്കറ്റ് കിടക്കുന്നത് കർണാടകയിലാണെന്ന് തോന്നുന്നു. തൂഫാൻ ഞാൻ ഒരുപാട് കണ്ടു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എത്ര തൂഫാൻസാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കീ ഒന്നും ഇവിടെ ഇല്ല. കൂടുതലും ഫോഴ്സ് മോട്ടോഴ്സിനെ പോലെ മഹീന്ദ്ര, നെക്സോണൊക്കെ പഴയ വേരിയൻസേ ഉള്ളൂ. പുതിയ നെക്സോൺ പിന്നെ സ്വിഫ്റ്റിന് ഡീസൽ വേരിയൻസ് ഉണ്ട്. VDI കുറേ കണ്ടിട്ടുണ്ട്. ഞാൻ
നേരെ പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്, കുഷ്ഠഗി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഒരു മാർക്കറ്റ് പോലത്തെ ഒരു സോണാണ്, ഒരു ചേരി പ്രദേശം പോലെ കിടക്കും. നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സിറ്റി അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളത്. ഇവിടുത്തെ ഭാഷയിൽ ഡെവലപ്മെൻറ്റ്. കുതിരപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്, ഇവിടുത്തെ ഏതോ ആണ്. ഓക്കെ, ഇവിടെ കമ്പാരിറ്റീവ്ലി വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന കടയാണ് ഇതും അതും. ആ ഗ്രീൻ ബോർഡൊക്കെ പോകുന്നുണ്ട്, ബാക്കിയെല്ലാം കണക്കാണ്. ഹംപി എക്സ്പ്രസ് വേ ആണ് കാണുന്നത്. കോഴിക്കോട് പോകുന്ന ഹംപി എക്സ്പ്രസ് വേ ആണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരോട്ട് പോകുന്നത് ആ ട്രാക്കിലാണ്. രാത്രി നൈറ്റ് ബസ് വരും, ഏതെങ്കിലും തമിഴ്നാടോ കർണാടകയിലോ കൈ കാണിച്ച് പോകാം. പക്ഷെ അത് സേഫ് അല്ല. അവിടെയൊക്കെ നിർത്തുമെന്നോ ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒരു പിടുത്തമല്ല. നമ്മൾ പറയുന്നതായിരിക്കത്തില്ല അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കുക എന്നാണ് ഞാനിവിടെ പഠിച്ച പാട്. രണ്ടാമത്തെ ദിവസം ഈ അടുത്ത തൂഫാൻ, തൂഫാനോടെ മാരകമാണ് കേട്ടോ, നടന്നതല്ല. ഓക്കെ, ഇതിൻ്റെ അടിയിലൊക്കെയാണ് പൊതുവെ ഒരുപാട് ആൾക്കാരുടെ ഷെൽട്ടർ വരുന്നത്. ഈ ബൈപ്പാസിനടിയിൽ ഒരുപാട് സിവിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. കുറേ നമ്മളിങ്ങോട്ടൊക്കെ വരുന്ന അരീസ വാളയൊക്കെ ഇരിക്കുന്ന കാണാം. ബട്ട് ഇവിടെ കേരള വെഹിക്കിൾസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. രാത്രി ആകുമ്പോൾ ഈ ലോറി എടുക്കുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ടെൻറ്റ് പോലെ വരും. എന്നിട്ട് അവിടെയൊക്കെ ഓരോരോ ആൾക്കാർ താമസിക്കും. അത് കണ്ടോ, ഇപ്പം വെച്ചിരിക്കുന്നത് കണ്ടോ. സൈഡിലൊക്കെ കാണുന്ന ഹോട്ടൽസാണ്. ഇവിടെയൊക്കെ ഫിഷ് ഫുഡൊക്കെ കിട്ടും. ഫിഷ് ഫുഡൊക്കെ പറഞ്ഞാൽ സീ ഫുഡൊക്കെ കിട്ടും. സോറി, ഇതാണ് നമ്മുടെ പ്ലാനിലോട്ട് പോകുന്നത്. ചിക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് ആ കിടക്കുന്നതൊക്കെ കടമുറിയല്ല കേട്ടോ, കടമുറി എടുത്തിട്ട് അവിടെ ആൾക്കാർ താമസിക്കും. കണ്ടോ ഇറങ്ങി വന്നു. അതൊക്കെ കാണുമ്പോൾ കുറച്ച് പരിതാപകരമായിട്ട് ഒരു എന്തോ പിടിക്കലാണ്. ഇവിടെ ഫുള്ള് പിന്നെ കൃഷിപ്പാടങ്ങളാണ്. മേഘമൊക്കെ ക്ലാസ് ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമ്മളിപ്പോൾ നേരെ പോകുന്നില്ല, നല്ല ഓപ്പോസിറ്റ് ആയിട്ടൊരു പോളിടെക്നിക് ക്യാമ്പസ്, നമ്മളന്ന് കാണിച്ച സ്ഥലം. ഇവിടെയൊക്കെ ഓരോ ടോപ്പുകളുണ്ട്. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. അവിടെ കർഷകരൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ ഹോൾ പൈപ്പാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിൻഡ് ടർബൈൻ നമ്മൾ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ വയറൊക്കെ അതിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അതിനോട് ജോലിയൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുമെന്നുണ്ട്. Okay, finally we are about to reach the ground. സിവിലിയൻ വെഹിക്കിളല്ലല്ലോ വെച്ചതിനൊക്കെ ക്യാരി. അപ്പോൾ അതിൻ്റെ ലീവ് സസ്പെൻഷനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാൽ എന്നിട്ട് ഓടിക്കുന്ന ആളുടെ ഒരുപാട് ഇൻഡ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കറങ്ങി വരും. ഇതാണ് നമ്മൾ വന്ന സാധനം. ഓക്കെ, അതൊരു ജേഴ്സി വന്നിട്ട് ഈ പരുവാക്കിയിട്ടുണ്ട് ട്രാക്കൊക്കെ. നമ്മളിനി ഇതൊക്കെ സെറ്റ് ചെയ്യണം. റോളറില്ലേ, അത്
പിള്ളേരുടെ ബാക്കിയുള്ള കോൺക്രീറ്റ് ജസ്റ്റ് എൻ്റെ മണ്ടയ്ക്ക് ഒതുങ്ങി അപ്പോഴത്തേക്ക് ഈ ഒരു ട്രാക്ക് ക്ലിയർ നമ്മളത് മനസ്സിൻ്റെ വീക്കം ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ടി സി മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേണം ആദ്യം ക്ലിയർ ചെയ്യണം. അത് ബേസിക് കൺസ്ട്രക്ഷൻ മേക്കിംഗ് ദ ട്രാക്ക്. അപ്പോൾ അത് തിരിച്ചു സെറ്റർ മൺസി ക്രഷറാണത്. ഇവിടെ ഒരു ചെറിയ ടാങ്ക് ഇവർ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രഷ് വാട്ടർ കളക്ട് ചെയ്ത് ലൈറ്റ് സിസ്റ്റം ഹെൽമെറ്റ് ഉപയോഗിച്ച് കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കിയുള്ള വർക്കേഴ്സൊക്കെ കിടക്കുന്നത് ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. കാണുന്നവരല്ല, അത്യാവശ്യം സെറ്റപ്പാണ്, AC ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം സപ്ലൈ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ ഉപ്പുമാവാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വെച്ച് കഴിക്കാനുള്ളതെന്ന് മാത്രമുണ്ട്. പിന്നെ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാകും. പിന്നെ ഇവിടെ നിന്ന് 2 ടൈപ്പ് സാധനമുണ്ട്. ഇത് എന്തോ ഒരു മാങ്ങാത്തൊലി എന്താണെന്ന് അറിയത്തില്ല. തക്കാളി ഒക്കെ കിടക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇവിടെയുള്ള ഉപ്പുമാവ് കണ്ടിട്ട് ഇത് തിന്നാൻ തോന്നുന്നുണ്ട്. മറ്റേതൊക്കെ നോക്കുമ്പോൾ ഇതാണ് ആ ഒരു അടുക്കള. ഇപ്പോൾ പറയുന്ന ഇവന്മാർ അടുക്കുന്ന ഫുഡ് വെച്ചാൽ തീരാണ് പ്രശ്നം. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ആ ഒരു അജണ്ട കഴിഞ്ഞു. ഇനി നമുക്ക് ഇട്ടിരിക്കുന്നതിൻ്റെയൊക്കെ പേരാണ് ട്രാൻസിറ്റ് മില്ല. ബേസിക്കലി ഡ്രൈ കോൺക്രീറ്റും വെറ്റ് കോൺക്രീറ്റും ഒക്കെ മിക്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളറിലാണ് പമ്പ്. നല്ല ഹൈറ്റിൽ ഇപ്പോൾ ഈ നമ്മൾ കണ്ടിട്ടില്ലേ മെട്രോ പില്ലേഴ്സിൻ്റെ ഒക്കെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് പമ്പ് ചെയ്ത് അതിലിട്ടെത്തിക്കാം. അങ്ങനെ ഒരുപാട് മെഷീനറീസൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫീസ് സെക്ഷനിലോട്ട് പോകാം. അസംബ്ലി പോയിട്ട് ബോർഡൊക്കെ സെറ്റ് ജസ്റ്റ് ഇൻട്രഡക്ഷൻ ഇൻഡക്ഷനൊക്കെ നായുണ്ടോ. ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ പാമ്പിടിച്ചൊരു പട്ടിയാണ്. ഇതൊരു നായിൻ്റെ മോൻ്റെ കാര്യമായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഒരു ലേഔട്ടാണ്. പ്ലാനിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയാണ്. ലൈക്ക് ഒരു JCBയുടെ റൂഫ് പിടിച്ച് പറിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ നമ്മുടെ ചോളത്തിൻ്റെ ട്രാൻസ്പോർട്ട് ക്യാമ്പസ് ഈ കാര്യത്തിൽ പ്ലാൻ നടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കാരണം മഴയത്ത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നാളെ നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. ആദ്യം നടക്കുന്ന ലക്ഷണമുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ മഴ കാരണം എല്ലാം പറ്റിച്ചു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ മാറി ഇരിക്കാം. കുറച്ച് അല്ലാത്ത വർക്ക്സൊക്കെ ചെയ്യാം. കുറച്ച് വർക്ക്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ശരി, പീസ് ഔട്ട്.